എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ വചനം നമ്മളോട് പറയുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശമിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഈ ഒരു വചനത്തിലൂടെ അവർ അവനെ വിളിച്ചുണർത്തി. അപ്പൊ ഈ വചനത്തിൽ പറയുന്നത് ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു, അവർ അവനെ വിളിച്ചുണർത്തി. അപ്പൊ നമ്മളോട് ഇന്നത്തെ ഈ വചനം നമ്മളോടും പറയുന്നത്, നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മൾ ഈശോയെ വിളിക്കണം. ഈശോയോട് നമ്മൾ പറയണം. ഈശോയും നമ്മളും തമ്മിലുള്ള ആ കോൺവെർസേഷൻ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അന്ന് ഈശോ ഫിസിക്കലി പ്രസന്റ് ആയിരുന്നു, അന്ന് ഈശോ അമരത്ത് ഉറങ്ങുകയായിരുന്നു. പക്ഷെ ഇന്ന് ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈശോയോട് പറയാതിരിക്കില്ല, മിണ്ടാതിരിക്കരുത്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും നമ്മൾ ഈശോയോട് ഓരോ ആവശ്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും നമ്മളും ഈശോയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ നല്ല ഗാഢമുള്ളതായിരിക്കണം, നല്ല ബന്ധമുള്ളതായിരിക്കണം. അത് മീൻസ് എന്താ പറയണ്ടേ, അതിന് അത്രമാത്രം ആ ഒരു ഡീപ്പായിരിക്കണം ഈശോ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഈശോയെ നമുക്ക് ക്ഷണിക്കുകയും ഈശോയുടെ കാര്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ ഈശോയോട് വചനം പറയുന്നുണ്ടല്ലോ, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയാതിരിക്കരുത്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ഓരോ സമയത്തും ഈശോയോട് പറഞ്ഞുകൊണ്ട് ഈശോയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഈശോയെ നമുക്ക് വരുത്താം. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ നീ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരണം, നീ എൻ്റെ അവസ്ഥകളിലേക്ക് നീ കടന്നു വരണം. അവർ അവനെ വിളിച്ചുണർത്തി. അപ്പോൾ ശിഷ്യന്മാർ അവനെ വിളിച്ചുണർത്തി. നമ്മളും ഈശോയോട് എപ്പോഴും നമ്മുടെ അവസ്ഥകളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുവരണം, ഈശോയോട് പറയണം. അപ്പോൾ അതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അവൻ കാറ്റിനെ ശാന്തമാക്കി, പ്രശാന്തതയുണ്ടായി എന്നാണ്. അപ്പം ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന്. വിശ്വാസമുണ്ട്, ഈശോ കൂടെയുണ്ട്. നമ്മുടെ കൂടെയും ഈശോ ഉണ്ട്, നമുക്കും വിശ്വാസമുണ്ട്. ആ പ്രശാന്തത, ഒരു സമാധാനമായി നമുക്ക് ആ ഒരു സമാധാനം നിറഞ്ഞ ഒരു ജീവിതം, അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു സമയം, നമ്മളായിരിക്കുന്ന ആ ഒരു സമയം, അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓരോരുത്തർക്കും, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക്, നമ്മുടെ വീട്ടിലായിരിക്കുന്നവർക്ക്, നമ്മുടെ ജോലി മേഖലകളിൽ ആ സമാധാനവും പ്രശാന്തതയും, അവിടെ പ്രശാന്തത, കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായെന്ന് പറയുന്നത്, നമ്മുടെ കോളിളക്കങ്ങളെല്ലാം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കോളിളക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഈശോയെ നമുക്ക് ഇന്ന് വിളിച്ചു വരുത്തിക്കൊണ്ട് ഓരോ ദിവസവും ഈശോയോട് നമ്മൾ ഷെയർ ചെയ്യുന്നവരാകുവാനായിട്ട്, ഈശോയുടെ കോൺവെർസേഷൻ ഡീപ്പാകുവാനായിട്ട് നമുക്ക് ഇന്ന് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, ഞാൻ നിന്നെ ഏറെ സ്നേഹിക്കുന്നു. പ്രൈസ് ഗോഡ്.